ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഒരു സ്പെഷ്യൽ അയിലക്കറിയുടെ റെസിപ്പി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സവാള അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 7-8 അല്ലി വെളുത്തുള്ളി, തക്കാളി ഇതുപോലെ ചെറിയ സ്ലൈസാക്കി അരിഞ്ഞത്, ഒരു പച്ചമുളക് നെടുകെ കീറിയതും 2 പച്ചമുളക് അല്ലാതെ എടുക്കണം, പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഒരു 4 കഷ്ണം പുളി ഇതുപോലെ വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങാപ്പാലാണ്. ഇത് നല്ല കൊഴുത്ത തേങ്ങാപ്പാൽ, ഒന്നാം പാലുണ്ടല്ലോ, അത് മാത്രം നമുക്ക് മതി ഇതിന്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. ഒരു 3 ടീസ്പൂണ് മുളക് പൊടി എടുക്കുന്നുണ്ട്, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടിയെ ഇത്രയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് കുരുമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അതിന് പകരം കുരുമുളക് പൊടിയുണ്ട്, അതായിട്ടും ചേർക്കാവേ. ഞാനിപ്പം കുരുമുളക് ചതച്ചെടുത്തത്. അതിനുശേഷം നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള കടുകും ഉലുവായും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ജസ്റ്റ് ഒരു പേരിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരു 3-4 പീസ്. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പച്ചമണം മാറുമ്പോഴത്തേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊരു പാതി വേവായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചമുളകിൻ്റെ ആ ഒരു ഒന്ന് പരുവായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പൊടികളുണ്ടല്ലോ, അതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് കരിഞ്ഞു പോകാതെ നോക്കണമേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പുളിയുണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇത് ഒരു ഐസ്ക്രീം ബൗളുണ്ടല്ലോ, അതിനുള്ള ഒരു ബൗൾ വെള്ളം മാത്രമേ ഞാനിത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചെറിയ ബൗളുണ്ടല്ലോ, അതിൽ 1 കപ്പ് ആ ഒരു ബൗളിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അയല മീനാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, നമ്മൾ വെള്ളം വളരെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഒരു ഇടയ്ക്ക് ഇത് നമുക്ക് വീണ്ടും ഈ മീനൊന്ന് തിരിച്ചു ഇട്ട് കൊടുക്കണം. വെള്ളം കുറവായതുകൊണ്ട് തന്നെ മീനിൻ്റെ 2 വശവും വെന്ത് കിട്ടണമല്ലോ. പിന്നെ അതിലേക്ക് ഒരു പാതി വേവാകുമ്പോഴത്തേക്ക് തക്കാളി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കണം. പിന്നെ ഇനിയുള്ള ടൈമിൽ നമ്മൾ ഇതിൻ്റെ അടുത്തുനിന്ന് മാറാൻ പാടില്ല. കാര്യം വെള്ളം കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. മീൻ പൊടിയാതെ ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, അതൊഴിച്ചു കൊടുക്കാം. ശേഷം ഇനി നിങ്ങൾ സിമ്മിൽ വെക്കണം. സിമ്മിൽ നിന്ന് ഒരിക്കലും ഇത് മാറ്റാൻ പാടില്ല. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കൈ ഈ സമയത്ത് ഇതിനകത്തൊന്നും മാറ്റാൻ പാടില്ല. കാര്യം കട്ടിയുള്ള തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകുന്നത് പോലെ ആയിപ്പോവും കറി. അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് ഇതിൻ്റെ അടുത്ത് തന്നെ നിന്നിത് ഇളക്കി നന്നായിട്ട് കൊടുക്കുക. പിന്നെ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ കറി ഇത്രയേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എന്നിവ മറക്കല്ലേ.